തോപ്പതാൻ നമുക്കിവിടെ ഇപ്പം ഈസ്റ്ററിൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 3 ദിവസം നമുക്കിവിടെ ഹോളിഡേ ആണ്. ഇപ്പം റോഡിൽ ഫുള്ള് തിരക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് വിഷുവും ഓണമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസ്റ്റർ, ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെയാണ് ഇവിടെ വലിയ പ്രോഗ്രാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കണ്ടില്ലേ, റോഡിലും നടക്കുന്ന വഴിയിൽ വരെ ഇതുപോലെ കുഞ്ഞു പൂക്കളൊക്കെ പൂത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് ഇവിടെ ആപ്പിളിൻ്റെ ചെടിയൊക്കെ ഇപ്പോൾ ഏകദേശം ബ്ലൂം ചെയ്ത് തുടങ്ങി കേട്ടോ. എല്ലാം പൂവൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കായായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാം. സോ അപ്പോൾ ഇതാണ് സ്റ്റിൽ ഇവിടുത്തെ വെതർ. ഭയങ്കര ചൂടൊക്കെ തുടങ്ങി ഇവിടെ. ഏകദേശം ചൂട് ഇപ്പോഴേ തുടങ്ങിയതുകൊണ്ട് ഒരു 2 മാസത്തോടു കൂടി ഭയങ്കര ചൂടായിരിക്കും എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ലിഡിലെത്തി. ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിയായിരുന്നു. നമുക്കിവിടെ പുറത്ത് തിരക്കൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ എന്തെങ്കിലും വരണം. സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ എല്ലായിടത്തും കാണാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ ലിഡിൽ നമ്മുടെ ഈസ്റ്റർ ഡിഷായ പൊത്തീച്ച കണ്ടത് കേട്ടോ. ഇത് നമ്മുടെ സ്ലൊവേനിയയുടെ സ്വന്തം ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ. ഇത് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നട്ട്സൊക്കെ റോൾ ചെയ്ത കൈൻഡ് ഓഫ് ബ്രെഡ്, അത്രയേ ഉള്ളൂ ഈ ഡിഷ്. ഫസ്റ്റ് ടൈം ഞാനിത് മാർബിൾ കേക്ക് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു വട്ടം മേടിച്ചായിരുന്നു. വലിയ കുഴപ്പമില്ല, എന്നാൽ ഒട്ടും ടേസ്റ്റ് ഇല്ലെന്നല്ല, മാർബിൾ കേക്കിൻ്റെ അത്രയൊന്നും ഇല്ല. പിന്നെ അത് അവരുടെ സ്വന്തം ട്രഡീഷണൽ ഡിഷാണല്ലോ, അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കഥ ഉണ്ടാവും. സോ അപ്പോൾ ഇത് നമ്മുടെ എഗ്ഗാണ്. ഇത് നമ്മുടെ ഈസ്റ്റർ എഗ്ഗാണ്. ഈ എഗ്ഗ് ഹാർഡ് ബോയിൽ ചെയ്തിട്ടും പിന്നെ അതുപോലെ തന്നെ സ്മോക്ക് ചെയ്ത പോർക്കൊക്കെയാണ് ഇവരുടെ ഈസ്റ്റർ ഡിഷ്. അപ്പം നമ്മളും ചെറുതായിട്ടൊന്ന് ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.